വർക്ക്ഷോപ്പ് ആക്ടിവിറ്റി ഒന്ന് പരിചയപ്പെടുത്താം. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മൂഡിൽ ക്ലൗഡ് വെബ്സൈറ്റിൽ എത്തുക. അത് നമ്മൾ ചെയ്യാൻ പറയുന്നത്, നമ്മൾ ഈ ഒരു സ്റ്റുഡൻറ്റിനെ കൃത്യമായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്ത് എൻറോൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ സബ്ജക്റ്റൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ ഡാഷ്ബോർഡിൽ നമ്മൾ ചെയ്യുന്ന കോഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഒന്ന് കോപ്പി എടുക്കുക. ഓക്കെ, ഇവിടുന്ന് ഞാൻ കോപ്പി എടുക്കുന്നു. അടുത്ത ഘട്ടത്തിൽ അത് Ctrl+V വർക്കാകത്തുള്ളൂ അവിടെ പേസ്റ്റ് ചെയ്യുന്നതിന്. എന്നിട്ട് നമ്മളിനി നമ്മളുടെ മോഡൽ ഫോർ യു പട്ടാമ്പി കോളേജ് ട്രെയിനിങ് സൈറ്റിലേക്ക് എത്തുക. അവിടെ നമ്മൾ സ്ഥിരം ഓരോ പർപ്പസിൽ കയറിക്കൊണ്ടിരിക്കുന്ന സൈറ്റ് തന്നെയാണത്. അവിടെയാണ് ഈ വർക്ക്ഷോപ്പ് ആക്ടിവിറ്റി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. വർക്ക്ഷോപ്പ് ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൻ്റെ 5 ഘട്ടങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. സെറ്റപ്പ് ഫേസ്, ഇത് നമ്മളുടെ ടീച്ചേഴ്സ് ചെയ്യേണ്ടതാണ്. ഗ്രേഡിംഗ് ആൻഡ് ഇവാലുവേഷൻ ഫേസ് ടീച്ചേഴ്സ് ചെയ്യേണ്ടതാണ്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് നോക്കേണ്ടതും സബ്മിഷൻ അസസ്മെൻറ്റും ഒക്കെ സ്റ്റുഡൻസ് സൈഡിൽ നിന്നാണ്. സ്റ്റുഡൻസിനെ പരസ്പരം അവരവരുടെ വർക്കുകൾ അസസ് ചെയ്യുന്നതിനുള്ളൊരു ടൂളായിട്ട് ഇത് ഉപയോഗിക്കാം. ഈ സബ്മിഷനും മാർക്കിടാം, അതുപോലെ അസസ്മെൻറ്റിനും മാർക്കിടാം. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വെബ്സൈറ്റ് സബ്മിറ്റ് ചെയ്യുക വഴി എനിക്ക് അതിൽ മറ്റാരെങ്കിലും ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന മാർക്ക് കിട്ടും. അതുപോലെ ഞാൻ മറ്റുള്ളവരെ അസസ് ചെയ്യുന്ന വഴിയിലും മാർക്ക് കിട്ടും. ഇവിടെ ഞങ്ങളിത് 60 മാർക്ക് ഈ ഘട്ടത്തിലും 40 മാർക്ക് ഈ ഘട്ടത്തിനും എന്ന രീതിയിലാണ് അസസ്മെൻറ്റും എന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് മാറ്റാവുന്നതാണ്. അത് 80, 10, 20 നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് മാറ്റാം. ഇവിടെ എത്തിയിട്ട് സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് യുവർ സബ്മിഷൻ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇവിടെ കൊടുത്താൽ മതി, അതേ ഉള്ളൂ. നിങ്ങളുടെ പേരല്ലാതെ തന്നെ കിട്ടും. പേരവിടെ കൊടുക്കാം, കൊടുക്കാതെ ഇരിക്കാം. ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന സൈറ്റ് അഡ്രസ്സ് കൊടുക്കുക, സേവ് ചേഞ്ചസ് കൊടുക്കുക. ഓക്കെ, ഈ ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ സബ്മിഷൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇങ്ങനെ വർക്ക്ഷോപ്പിൽ പങ്കെടുത്താൽ മാത്രമേ നമുക്കിതിൻ്റെ ഈ ഒരു 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് പറ്റുകയുള്ളൂ. അടുത്ത ഘട്ടത്തിൽ നമുക്ക് വീണ്ടും നമ്മൾ ഈ സബ്മിഷനെ അനുവദിച്ചിരിക്കുന്ന സമയം കഴിയുന്ന മുറയ്ക്ക് നമ്മളുടെ വിൻഡോയിലേക്ക് ഇതേ ടൂളിലേക്ക് തന്നെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ ഞാനത് ഇമേജിലാണ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ഘട്ടത്തിൽ ഇവിടെ അസസ്മെൻറ്റിൽ ആരെയൊക്കെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ. അപ്പോൾ ഇത് ഒന്നുകൂടി ആവർത്തിക്കുന്നു, പരസ്പരം ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലല്ല നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ടൂൾ ഒന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, നന്ദി.